ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവ് കലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇവിടെ അത്ര താല്പര്യം ആർക്കും ഇല്ലാത്തതുകൊണ്ടാട്ടോ അതങ്ങനെ ഉണ്ടാക്കാത്തത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി, പൂരി അതൊക്കെ ആണെങ്കിൽ ഓടിക്കോളും. ദോശയൊന്നും അത്ര പോരാ. പുട്ടും അത്രയും ഇഷ്ടമല്ല കേട്ടോ ഗോതമ്പിൻ്റെ. എനിക്കാണെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷേ കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനും തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഉണ്ടാക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഗോതമ്പ് ദോശ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഇട്ടാൽ അതും നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ കൂടി ചേർത്ത് കുറച്ചൊന്ന് വെറൈറ്റി ഒക്കെ ആക്കി ഉണ്ടാക്കിയാൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. എന്നും അടുപ്പിച്ചായി കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കുകയില്ല. അതാണ് എൻ്റെ മക്കളുടെ സ്വഭാവം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുറേ നാളായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് കുറച്ച് സവാളയും പച്ചമുളകല്ല, ഞാൻ കാന്താരി മുളകാട്ടോ ഇട്ടത്. എനിക്കിവിടെ കാന്താരി നട്ട് അതിൽ കാന്താരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അടുത്ത ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാന്താരി പറിച്ചു കൊണ്ടുവന്നിട്ട് അതിട്ടിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, ഈ കാന്താരിക്കാണെങ്കിൽ എരിവ് നല്ല കുറഞ്ഞ കാന്താരി കേട്ടോ, അധികം എരിവില്ലാത്ത കാന്താരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് തക്കാളിയും കൂടി ഇട്ട് വെന്തുടഞ്ഞപ്പോൾ ഉപ്പും ചേർത്ത് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുത്ത ചമ്മന്തി കേട്ടോ. നമ്മൾ സവാള ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി സാധാരണ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, അത് തന്നെ സംഭവം. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചൂടോടുകൂടി തന്നെ ഇവർ ചുടണത് എടുത്തിട്ട് പൊക്കോളും. അപ്പോൾ ചമ്മന്തിയും കൂട്ടി അവർ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ പിന്നെ ദോശയും കൂടി റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര സങ്കടമുള്ളൊരു കാഴ്ച കണ്ടിട്ട് അതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ നോറ്റ് ഒരു ചെത്തിത്തൈ പിടിപ്പിച്ചതാണ്, ഒരു പിങ്ക് കളർ. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ പൂ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. പല കളർ ചെത്തി ഉണ്ട് കേട്ടോ എനിക്കിവിടെ. ഇത് ഒരു പിങ്ക് പോലത്തെ ഒരു റോസ് കൂടിയ കളറായിരുന്നു, നല്ല കട്ട ചെത്തിയാണ്. എന്നിട്ടത് കുറേ പ്രാവശ്യം ഞാൻ പല സ്ഥലത്തു നിന്ന് അതിൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് കുത്തിയിട്ട് അതെന്ത് ചെയ്താൽ പിടിക്കാതെ അവസാനം ഞാനൊരു ചെറിയ കമ്പ് പിടിപ്പിച്ച് അതങ്ങനെ വളർന്ന് വലിയ തൈയായി നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ അതൊരു 3-4 വർഷമായിട്ടുള്ളൊരു പ്ലാന്റാണ്, വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ടായി. എന്നിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പോണ്ട് പന്നിയെലികൾ അത് കുത്തി തുരന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് അത് ചുവടടക്കം മാന്തി മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വേര് പോലും മണ്ണിലില്ലാതെ അടി മുഴുവൻ തുരന്ന് പൊക്കി മുകളിൽ വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് ഭയങ്കര വിഷമം. അതവിടെ മുറ്റത്തുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മുറ്റം അടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് വേണം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി. പിന്നെ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതാട്ടെ ഞാൻ പറഞ്ഞത്, ഇത് കണ്ടോ, മണ്ണിൻ്റെ അടിയിൽ അതിൻ്റെ വേരടക്കം ചോടടക്കം മാന്തി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഈ ഇരിക്കണത് ഒരു വലിയ മൺകലം കണ്ടോ, അത് എൻ്റെ ആദ്യത്തെ അരി വയ്ക്കണം പുറത്തടുപ്പത്ത് ഞാൻ വേനൽക്കാലത്ത് വിറകുണ്ടാകുമ്പോൾ കത്തിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള മൺകലമായിരുന്നു. അപ്പോൾ അത് പൊട്ടി, കുറേ നാൾ ഉപയോഗിച്ച് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടി മുഴുവൻ ഞാനിങ്ങനെ തട്ടിക്കളഞ്ഞു. അതിൻ്റെ ആ കലത്തിൻ്റെ ഷേപ്പ് മാത്രമാണ് അവിടെ ഉള്ളൂ. അപ്പോൾ ഈ ചെത്തി വച്ചപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടി തട്ടി കളഞ്ഞിട്ട് ഞാൻ ആ മണ്ണിൽ ആണ് ചെത്തി നട്ടത്. എന്നിട്ട് അതിൻ്റെ ചുറ്റിനൊരു കാവൽ പോലെ ഈ മൺചട്ടിയും വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഈ വേല കാണിച്ചു വെച്ചേക്കണേ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനത് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കുഴിച്ചിട്ടു. പിന്നെ ചെടിച്ചട്ടിയിലൊന്നുമല്ല, മണ്ണിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ മുറ്റെല്ലാം അടിച്ചു വാരി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനത് കൊണ്ടുവന്ന് ഈ ഏരിയയിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. ഇത് കുറച്ച് തണലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഈ ചെത്തിക്കൊക്കെ നല്ല വെയിൽ വേണം പൂവുണ്ടാവണമെങ്കിൽ. എന്തായാലും പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുപോയി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ട് കറി വയ്ക്കാനായിട്ട്. മീനൊക്കെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് വറുക്കാനായിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് മസാല വെച്ച്, ബാക്കി കറി വയ്ക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ മാങ്ങ ഇട്ടിട്ടുള്ള മുളക് കറിയാട്ടോ വയ്ക്കണത്. അപ്പോൾ അതിനകത്ത് മാങ്ങ കഷ്ണങ്ങളും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് മീനിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ
മുറ്റത്ത് ഒരു വലിയ ചോട് ചീര നിൽക്കണ്ടായി. അപ്പോൾ അതും പിന്നെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് കുഞ്ഞു ചീരകളുണ്ടായി. ഇപ്പോൾ ഇത് 3 ടൈപ്പ് ചീര ഉണ്ട് കേട്ടോ. ഒരു വലിയ ടൈപ്പും പിന്നെ മുള്ളുള്ള ചീരയുടെ കുറച്ച് ഇലകളും ഉണ്ട്. പിന്നെ ഒരു ചുമന്ന തണ്ടോടുകൂടിയ വേറൊരു ചീരയും കൂടി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഒരു ചീരത്തോരനും കൂടി ആക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം അരിഞ്ഞെടുക്കാനാട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിഞ്ഞത് ഞാൻ പുതിയൊരു കത്തി വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കഴിച്ചു. അപ്പോൾ ആ കത്തിയാട്ടോ ഇത്. അപ്പോൾ ഈ കത്തി ഒരു 2-3 ദിവസം കത്തി ഒരാഴ്ച മുമ്പ് ഒരാൾ ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരു കത്തിയൊക്കെ വിൽക്കാനായിട്ട് ഒരാൾ ഇവിടെ വന്നു. ഇരുമ്പിൻ്റെ ചട്ടി, കത്തി അതൊക്കെ ആയിട്ട്. അപ്പോൾ 140 രൂപയായിരുന്നു ആ കത്തിയുടെ വില. അപ്പോൾ എനിക്കിങ്ങനെ കനം കുറഞ്ഞ കത്തി ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് അയാളുടെ അടുത്ത് ഞാൻ അരിവാൾ ഉണ്ടോയെന്ന് അന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അയാൾ എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുമ്പ് ഈ അരിവാളും കൊണ്ടുപോയി തന്നു കേട്ടോ. അപ്പം അരിവാളിന് 550 രൂപയാണായത്. പിന്നെ കത്തിക്ക് 140 രൂപയും. അപ്പോൾ ഈ അരിവാളിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇത്രയും വിലയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.